ഇന്ന് രാത്രി ഇവിടെ ഒരാൾക്ക് നൈറ്റ് ക്രൈവിങ്സ് പിടിച്ച് ഞങ്ങൾക്ക് അതും വിട്ട് നേരെ പുറത്തോട്ട് വിട്ടു. ഇതിവിടെ സ്ഥിരമുള്ള നൈറ്റ് ക്രൈവിങ്സ്, എന്നാൽ ഞങ്ങൾ പുറത്ത് പോകില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇവിടുത്തെ ഫുഡ് പിടിച്ചിട്ടില്ല. കാരണം മച്ചിലി കഴിക്കാതെ ഞങ്ങളുടെ കുട്ടിക്ക് ഇവിടെ മച്ചിലിക്കറി ആയിരുന്നു. മീൻകറി തന്നെ, മീൻ തന്നെ. എന്തല്ലേ മീൻ തിന്നാത്ത അവസ്ഥ. ഈ കാണുന്നത് വേറെ മലയാളം ഹോസ്റ്റൽ തന്നെയാണ്. ഇടയ്ക്ക് കുട്ടി വഴി മറിയോ എന്ന് ചെറിയ ഡൗട്ട്. എന്തായാലും ഗൂഗിൾ മാപ്പിലോട്ട് പേടിക്കണ്ട, ഞാനെല്ലാ വഴിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ ഇവിടെ കണ്ട കപ്പസിനെ വായി നോക്കി ഞങ്ങൾ അടുത്ത് ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾ പിടിച്ചു. അടുത്തൊരുപാട് ഫുഡ് സ്പോട്ട് ഉള്ളത് കൊണ്ട് നിറയെ ക്രൗഡായിരിക്കും. നല്ല ആൾക്കാർക്ക് ഉണ്ട്. ടൗണും ജംഗ്ഷനും എല്ലാം അടുത്തുള്ളതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് പേടിക്കണ്ട. വരുന്നതിൻ്റെ ധൃതിയിൽ ഞങ്ങൾ ചെരുപ്പൊന്ന് മാറാൻ ചെറുതായിട്ടൊന്ന് വിട്ടുപോയി. ആകെ പരിപാടി കയ്യിലായി. പിന്നെ അത് വിട്ട് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലെത്തിയാൽ പിന്നെ ഞങ്ങൾക്ക് വേണ്ട സാധനം ഞങ്ങൾ തപ്പി പറക്കി തരുന്നേ എടുത്തു. കാര്യം തപ്പി ലേറ്റ് ആയാലും സാധനം കയ്യിൽ കിട്ടി. പക്ഷേ ഇതല്ല, ഈ വരുന്ന ആളാണ് ഐറ്റം. അങ്ങനെ അതും തപ്പി എടുത്തെടുത്ത് അതിൻ്റെ പേരിനെ കണ്ടുപിടിച്ചെടുത്ത് കൊടുത്തപ്പോൾ ഒരു സമയമായി. ഒരാളെ കിട്ടിയപ്പോൾ അതിൻ്റെ പേര് കിട്ടില്ല. അപ്പോൾ രണ്ട് ഫ്ലേവർ രണ്ട് സാധനം എടുത്തുകൊണ്ട് അവിടെ നിന്ന് ചെടി. അങ്ങനെ അവിടെ തപ്പി പറക്കി ലാസ്റ്റ് നോക്കുമ്പോൾ വേറൊരു സാധനം കയ്യിലുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഒരു മാംഗോൻ്റെ പുഡിങ്. ഇതന്നെ സാധനം. ഇത് അറിയുന്നവർ അതിനെപ്പറ്റി കൂടുതൽ അറിയുന്ന ഇതാണ് സാധനം. ഇത് കണ്ടിട്ട് പുഡിങ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ തോന്നിയത് ലിക്വിഡാണ്. അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ നേരെ അടുത്ത സാധനം തപ്പാൻ വേണ്ടി ഇറങ്ങി. അതിതാ ഇങ്ങനെയൊക്കെ തപ്പിപ്പറക്കി എവിടേക്ക് എത്തി. അവസാനവും എത്തിയിട്ടില്ല. അവിടെ കുറേ കഷ്ടപ്പെടാൻ തപ്പിയെടുത്ത്. കാരണം അവിടെ നമുക്ക് ഏത് സാധനമാണെന്ന് ചോദിച്ചറിയാൻ ആൾക്കാരുന്നില്ല. അപ്പോൾ ആകെ ഇടങ്ങാറായിരുന്നു. പിന്നെ വേണ്ട സാധനങ്ങൾ തപ്പി പയ്യാണ് എടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോൾ പിള്ളേർക്കറി. അപ്പോൾ ആ ഷോപ്പിൽ അർജൻറ്റായിട്ടൊരു സ്റ്റാഫിന് അത്യാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവിടെ എടുത്തു തരാൻ ആരും ഇല്ല. നമ്മൾ തന്നെ തപ്പി പറക്കി സമയം പോയി എടുക്കണം. പിന്നെ എൻ്റെ ലൈസ് കുട്ടനെ കണ്ടു ഞാൻ അവിടെ. കയ്യിൽ പൈസ എടുക്കാൻ തോന്നെ തപ്പി തടവി അവിടെ ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ട് വന്നു. വിഷമം ഉണ്ടായിരുന്നു. സാരില്ല, എടുത്തിട്ട് നോക്കാം. പിന്നെ എൻ്റെ കൂടെ വന്ന സാധനം തപ്പി പറക്കാൻ വേണ്ടി ഞാൻ അവിടെ മുന്നേ തപ്പിയിട്ട് കാണുന്നില്ല. ആവേശം പോയി നോക്കും, അത് അവിടെ നിൽക്കുന്നത്. പിന്നെ അതിനെ എടുത്ത് ഡയറി മിൽക്ക് തൂക്കി കൊടുക്കുന്നതും കണ്ട് ബില്ലും എടുത്ത് സാധനം വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി. കിട്ടിയ സാധനം കുടിക്കണമല്ലോ, അതല്ല ഭയങ്കര ശരി. അപ്പോൾ ബൈ.